ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളുടെ പുതിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. സീരീസ് ഓഫ് റെക്കമെൻഡഡ് പ്ലേസസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ചേളാരിയിലാണ്. സംസ്ഥാനത്തെ ഏറെ പ്രസിദ്ധമായ ചേളാരി കന്നുകാലി ചന്ത മൂന്നിയൂർ പഞ്ചായത്ത് പരിധിയിൽ ദേശീയപാതയോരത്തുള്ള ചേളാരി എന്ന സ്ഥലത്താണ്. കോവിഡ് വ്യാപനവും സ്ഥലപരിമിതിയും കാരണം 2020 മാർച്ച് മാസം ഈ ചന്ത അടച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ ചന്ത ഏകദേശം 300 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ പഴമക്കാർ അവകാശപ്പെടുന്നത്. ചന്തയിലെ പ്രവർത്തനം നിലച്ചത് കാരണം നൂറുകണക്കിന് കുടുംബങ്ങളുടെ വരുമാന മാർഗമാണ് അടഞ്ഞത്. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമായി പുതിയൊരു സ്ഥലത്ത് നല്ല രീതിയിൽ ഈ ചന്ത പുനരാവിഷ്കരിക്കുകയാണ്. ആ പുതിയ സ്ഥലത്തെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാനുള്ളത് ചേളാരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഏകദേശം 3.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന കാക്കഞ്ചേരി എന്ന സ്ഥലത്താണ്. അബ്ദുൾ അസീസ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഉള്ള 4 ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന അതിമനോഹരമായ തെങ്ങിൻതോപ്പാണ് ഇപ്പോൾ നമ്മുടെ ചന്ത പ്രവർത്തിക്കുന്നത്. 2 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഏപ്രിൽ 2022 ബഹുമാനപ്പെട്ട MLA ഹമീദ് മാസ്റ്ററാണ് ചരിത്രപ്രസിദ്ധമായ ചേളാരി ചന്ത കാക്കഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തത്. ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം 6 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ എത്രയോ മുന്നേ തന്നെ കച്ചവടക്കാരെല്ലാം അവരവരുടെ സാധനങ്ങളുമായി ഇവിടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചന്തയിൽ വരുന്ന ആളുകൾക്കുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒരുമിച്ച് ഈ ചന്തയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണേ. അല്ല, അങ്ങനെ പോലെ നിങ്ങൾ ഇങ്ങനെ മാങ്ങാത്ത നിങ്ങളെ ഞാൻ ഇവിടെ വെച്ച് കുടിച്ചോ. ഇങ്ങനെ ചിലത് മാങ്ങാത്ത ആളില്ല. 50 വയസ്സ് പറയണം. നിങ്ങൾ 10 വയസ്സല്ലേ? നിങ്ങൾ 10 വയസ്സ് ഞങ്ങളെ കൊണ്ട് വലിയൊരു ചങ്ങായി അറിയാം. നമ്മളെ ഇവിടെ എത്തിയപ്പോൾ വലിയ തരികിടേക്കും ഇവിടെ ആളുകൾ ഫോട്ടോ എടുത്തോട്ടെ. നല്ല രസമാണ്. ആയിക്കോട്ടെ, എടുത്തോളി. ഞങ്ങൾ രണ്ടാമത്തെ വിളിക്ക് തിരി വിളിക്ക് തിരി.
ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനും അതേമാതിരി ഈ ചന്ത നടത്തുന്നതും. അപ്പോൾ നമുക്ക് കൂടുതൽ ചന്തയുടെ വിശേഷങ്ങൾ ഇദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമുക്കിനി ചന്തയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുടെ ഇതിൻ്റെ ഓണറായിട്ടുള്ള അദ്ദേഹം തന്നെ പറയും. എന്താ പേരെങ്ങനെയാണ്? പേര് അബ്ദുൽ അസീസ്. ഇതിപ്പോൾ എത്രയായി ഇവിടെ ചന്ത? ശരിക്കും ചേളാരി ചന്ത എന്നല്ലേ ഇതിൻ്റെ പേര്? ഇവിടെ ചേളാരി ചന്ത ആയിരുന്നു, പക്ഷെ ഇതിപ്പം കാക്കഞ്ചേരിയിലേക്ക് മാറി. പേരിപ്പോൾ ഏതായാലും ചന്ത നടന്നാൽ മതിയല്ലോ. അതെ. ഇപ്പോൾ എത്ര വർഷത്തെ പഴക്കണ്ടത് ചന്ത? ശരി, ചന്ത ചേളാരി ചന്ത എന്നത് 300 വർഷം പഴക്കമുള്ള ചന്ത എന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത്. 300 വർഷത്തെ പഴക്കം. അതെ, അന്ന് മുതലേ ചേളാരി തന്നെയാണ്. അത് ചേളാരി തന്നെ, അതുകൊണ്ട് ചേളാരി ചന്ത എന്നായി. പിന്നെ ഇവിടേക്ക് ഇപ്പോൾ വന്നിട്ട് ഏകദേശം 2 മാസം. ഇതിപ്പോൾ ശരിക്കും സ്പോട്ട് കാക്കഞ്ചേരിയാ? കാക്കഞ്ചേരി. ഇതിന് ശേഷം എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ? കോവിഡ് ആയതിന് ശേഷം ചന്ത പൂട്ടി അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് 2-3 വർഷമായിട്ട് പ്രവർത്തനം ചെയ്തിട്ട് പിന്നെ കുറേ കച്ചവടക്കാരും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ കച്ചവടം അവരൊക്കെ വരുന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഇപ്പം എങ്ങനെ ആള് വന്നു തുടങ്ങിയിട്ടുണ്ടോ? ആളിപ്പം പയനക്കാട്ടിലും ആളുകൾ കൂടുതൽ കച്ചവടക്കാരും എല്ലാവരും ജനങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ പഴയതിനെക്കാട്ടി കുറച്ചും കൂടി റേറ്റും കുറവാണെന്നുണ്ടല്ലേ ഇപ്പോൾ എല്ലാ കന്നുകാലികൾക്ക് ഇപ്പം ഇവിടെ ഒരു മിതമായ റേറ്റിൽ ഇപ്പം വാങ്ങാനും വിൽക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയുന്നുണ്ട്. എത്ര മണി വരെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര മണി വരെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഒരു 4 മണി 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഏകദേശം ഇത് ഒരു 3 മണി വരെയാണ് ഇവിടെ ചന്ത ഉണ്ടാവുക. 3-4 മണി അതാണ് ചന്തൻ്റെ ടൈം. ഇതിപ്പോൾ ഇവിടെ വരുന്നവർക്ക് എങ്ങനെ ചാർജ് എങ്ങനെയുണ്ട്? ഇത് വിൽക്കുന്നവർക്കും? ഇത് വരുന്നവർക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അതായത് സാധനം വന്ന് വാങ്ങിച്ച് പോകുമ്പം പിന്നെ ഒരു കന്നിന് 50 റുപ്യ ഒരു കന്നിന് വാങ്ങിച്ച് പോകുമ്പോൾ. ഇനി കൊണ്ടുവന്ന ആൾക്കാർ പിന്നെ കച്ചവടം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ പോകും. ചിലപ്പോൾ 30 വാങ്ങും, 20 വാങ്ങും, ചിലർ ഇന്ന് വാങ്ങൂല. പിന്നെ അതേപോലെ ഇവിടെ വരുന്ന കച്ചവടക്കാരായാലും നമ്മൾ എല്ലാവരും നിന്നും പൈസ വാങ്ങണില്ല. ചിലരിൽ നിന്ന് നമ്മൾ കച്ചവടം ചേരുമ്പോൾ പൈസ വാങ്ങൂല. ചില പൈസ കൊണ്ട് കച്ചവടം ഉണ്ടായിരുന്നു അവർ തരും. പിന്നെ തരുന്നതിന് ഇതുള്ളൂ പറയുമ്പോൾ അത് വാങ്ങും. നമ്മൾ ഇവിടെ ആരും നമ്മൾ ഇതൊന്നുമില്ല. ഇത്ര കിട്ടണം, ഇത്ര വരണം, അങ്ങനത്തെ ഇതൊന്നും കണക്കൊന്നുമില്ല. എല്ലാവർക്കും ഒരു മിതമായ എല്ലാവർക്കും ഒത്തുപോണ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്തിലല്ല? ഇത് കുറച്ച് എൻ്റെ സ്ഥലം, കുറച്ച് വാടകയ്ക്കുള്ള സ്ഥലം. ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ ലൈസൻസ് പരമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഗവൺമെൻറ് അങ്ങനൊന്നുമില്ല. ഇല്ല. അങ്ങനെ വരുന്നത് ഒരു നല്ല കാര്യമായിരിക്കില്ല. അങ്ങനെ വന്നിട്ടാണെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും ഒരു ഗവൺമെൻറ് ഇതിന് എന്തെങ്കിലും ഒരു സബ്സിഡി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തന്നിട്ടാണെങ്കിൽ മറ്റ് കർഷകർക്കൊക്കെ നമ്മളിതൊരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്യാപാരം. ഇവിടെ ഒരു ആയിരങ്ങൾ കന്ന് കൊണ്ടുവരുന്നവരും വിൽക്കുന്നവരും കൊടുക്കുന്നവരുടെ ആയിരങ്ങൾ ഇവിടെ വന്നിക്കാണ്ട് വ്യാപാരം നടത്തി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് കണക്കെടുത്തിട്ടാണ് നമുക്ക് ചെറിയൊരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഉത്സാഹം ഉണ്ടാവും. ഇതിപ്പം നമ്മളിങ്ങനെ കൊണ്ടുപോകും, നമ്മളോട് കഴിയണ വരെ നമ്മളിങ്ങനെ നമ്മുടെ സാമർത്ഥ്യം വരെ നമ്മൾ കൊണ്ടുപോകും. അത് വേറെ കാര്യം. ഇവിടെ ഇത് നമ്മൾ കൂട്ടാനൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ചേളാരി ചന്ത ആയിരുന്ന സമയത്ത് ഇതേമാതിരി സ്വകാര്യ വ്യക്തികൾ തന്നെയായിരുന്നു? സ്വകാര്യ വ്യക്തികൾ തന്നെയായിരുന്നു. ഇതുവരെ ഗവൺമെന്റിന്റെ രീതിയിലൊന്നും വന്നിട്ടില്ല. ഇതല്ലാണ്ട് എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ ഇപ്പം കന്നല്ലാതെ ഇവിടെ ഇപ്പം ഇതൊക്കെ ഉണക്കമീൻ, ഇറച്ചി, പച്ചക്കറി, റെഡിമെയ്ഡുകൾ, കൃഷി സംബന്ധമായ സാധനങ്ങൾ, പിന്നെ വിത്തുകൾ, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇതൊക്കെ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഓരോന്നും എല്ലാ വ്യാപാരികളും ഇവിടെ ഉണ്ട്. ശരി, ഇനിയും കൂടുതൽ ആളുകളൊക്കെ ഇവിടെ വന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും. പിന്നെ അതേമാതിരി ഗവൺമെന്റിന്റെ തലത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ അതേമാതിരി ഇവർക്ക് കിട്ടുകയാണെങ്കിൽ കൂടുതൽ കാരണം ഇതൊക്കെ നിലനിന്ന് പോകേണ്ടത് നമ്മളുടെ എല്ലാവരും ആവശ്യമാണ്. കാരണം ഇതൊരു ചന്ത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഒരു ഒത്തുകൂടലും കൂടിയാണ്. പൊതുജന പ്രവർത്തനം ഒരു പൊതുജന താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുക, ആ ഒരു പരിപാടിയാണ്. അപ്പോൾ ശരി.
ചക്കരക്കൊല്ലേ കമാൻ കമാൻ ഇവിടെ ഇത് ചന്തയ്ക്കകത്ത് തന്നെയുള്ള ഒരു ലഘുഭക്ഷണശാലയാണ് കേട്ടോ. ഇവിടെ ചായ കിട്ടും, അതുമാതിരി ചെറിയ പൊരിക്കടികളുണ്ട്, പിന്നെ കഞ്ഞി, കപ്പ ഇത്യാദി സാധനങ്ങളെല്ലാം കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് നമ്മുടെ പുതിയ സ്ഥലത്ത് ചന്ത ആരംഭിച്ചിട്ടുള്ളത്. ചേളാരി ചന്ത എന്നാൽ കന്നുകാലി ചന്തയിലൂടെയാണ് പ്രസിദ്ധമായത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ ചന്തയിലും. മുന്നത്തെ അപേക്ഷിച്ച് ഒരുപാട് കന്നുകാലികൾ ഇപ്രാവശ്യം കൂടിയിട്ടുണ്ട്. അതും വളരെ വിലക്കുറവിലാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് വില വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വിലക്കുറവുണ്ട്. അപ്പോൾ വാങ്ങി വളർത്തുന്നവർക്കും അതേമാതിരി കാഴ്ചകൾ അവസാനിക്കുന്നില്ല. പുതിയ കച്ചവടക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാമിലി ആയിട്ടെല്ലാം ഇവിടെ വരികയാണെങ്കിൽ അവരുടെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഇവിടുന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ആടുമാടുകളും പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. കൂടാതെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ അത്താണിയായിട്ടുള്ള ഇത്തരം പ്രസിദ്ധമായ അതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചന്തകളെല്ലാം നിലനിർത്തി കൊണ്ടുപോകേണ്ടതും നമ്മളുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയായി വന്ന് ഒരു വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവം നുകർന്ന് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുക. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുമാതിരി എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഞാൻ താനൂർ